ഗൈസ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ്. നെത്തലി കബാബ്. നെത്തലി കബാബ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഇത് എൻ്റെ ഒരു സ്പെഷ്യലാണ്. ഞാനിത് സാധാരണ എൻ്റെ വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പോൾ നെത്തലി കിട്ടുന്നതിൻ്റെ അന്ന് ഞാൻ ഹാപ്പി ആയിട്ട് അവർക്ക് മുമ്പിൽ വയ്ക്കുന്ന ഒരു റെസിപ്പിയാണ്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. 100% അടിപൊളിയാണിത്. ഒന്ന് ചെയ്തു, കുട്ടിയൊക്കെയായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ? ക്ലീൻ ചെയ്ത നെത്തോലിയിൽ മഞ്ഞൾപ്പൊടി, വലിയ ജീരകപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കുക. ചൂടായ എണ്ണയിൽ നമ്മൾ തയ്യാറാക്കിയ നെത്തോലി ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം ഫ്രൈ ആയതിനു ശേഷം മറുഭാഗം കൂടി ഇതുപോലെ മാറ്റിയിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ആയതിനു ശേഷം അതിനെ കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റുക. സവാള നീളത്തിൽ അരിഞ്ഞത് എണ്ണയിൽ ചേർക്കുക. സവാള നിങ്ങളുടെ കയ്യിലുള്ള നെത്തോലിക്ക് അനുസരിച്ച് വേണം നിങ്ങൾ ചേർക്കേണ്ടത്. എണ്ണയിൽ നന്നായി ഇളക്കിയ ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഉള്ളി നന്നായി വേവിച്ച് വഴറ്റിയെടുത്തതിന് ശേഷം അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. അതിൽ തക്കാളി, കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് നന്നായി ഇളക്കി വേവിച്ചെടുക്കുക. എല്ലാം നന്നായി വേവിച്ച് വഴറ്റിയ ശേഷം നേരത്തെ തയ്യാറാക്കിയ ഫ്രൈ ഇതിലോട്ട് ആഡ് ചെയ്യുക. ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ്സ് വേവിക്കുക. അപ്പോൾ നമ്മുടെ നെത്തലി കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്സ് ബോക്സിൽ അറിയിക്കുക. ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.